പുഞ്ചഭൂമി അടിക്കമുറ്റം പൊളിക്കളം ആധാരമായിട്ട് മുട്ടോളം ചപ്പും മൂളക്കജോളമുള്ളും വളവിലൊരു കുടിയനാ എന്റെ നെഞ്ചിൽ പൊടി. ഓടിട്ട മാടവങ്ങളൊന്നും എന്റെ നെഞ്ചിൽ ഓടിക്കില്ല കേട്ടോ. ശാസ്ത്രപര അങ്ങനെയല്ല, ഉപരിയായിരിക്കുന്ന അനുഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ വന്നു ചേർന്നത് ലാടി. നാളെ ഇതിലും ഉപരിയായി ക്ഷേത്രമായി വരണം അല്ലേ? വേണ്ടേ? വള്ളിയറിയോടുകൂടി ചെമ്പിട്ട വടിവാടങ്ങളും അല്ലെ, അതിന്റെ അനുഭവങ്ങളും താഴികങ്ങളും അനുഭവങ്ങളും അമൃതകുംഭ കലശങ്ങളും നവ കലശസ്യമുഖേ വിഷ്ണു കണ്ഠേ രുദ്രതമാതത മൂലേ തത്രസ്ഥിതോ ബ്രഹ്മ മധ്യേ മാതൃകണാസ്ഥിത കുക്ഷന്ത് സാഗരാദീവേ സപ്തദീപ വസുന്ധര ഋഗ്വേദ യജുർവേദ സാമവേദ അംഗേഷു കലശസഹിതം മായാങ്കു സമാർദ്ദത. അങ്ങനെ നവകം ചെയ്ത് കലശാടി പുണ്യാഹങ്ങളോടുകൂടി ചെയ്താലേ പരിപൂർണ്ണ ചൈതന്യം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഒരുപാട് പരേതാത്മാവും പ്രേതാത്മാവും ഇവിടുന്ന് മോക്ഷപ്രാപ്തി ലഭിച്ചിട്ടുണ്ട് അല്ലേ? അതൊക്കെ വൈഷ്ണവത്തിനല്ലേ? ആയാ ഭ്രാന്തനാണെന്ന് കരുതണ്ട. ഈ ഭ്രാന്ത് കൊണ്ടില്ലേ സകല കാര്യങ്ങളും ശാസ്ത്രപരോട് നേടിത്തരും. എല്ലാ ക്ഷേത്രങ്ങളിലും അധികമായിട്ട് കാണുന്ന ദേവൻ ശാസ്ത്രപരാണ്. ഇത് ശാസ്ത്രപ്പന്റെ പള്ളിയറിയാൻ കൂടി ഉണ്ടായിരുന്നു മുൻകാലങ്ങളിലും കേട്ടോ. അല്ലാടി പല ഭാഗത്ത് ശാസ്ത്രപ്പനായി. ഇതിലൊക്കെ എന്റെ മഹാദേവനുണ്ട്, ഭൈരവനുണ്ട് അല്ലെ, അഘോരം സത്യോജാതം ഈശാവും വാമദേവം അല്ലെ, അങ്ങനെ 5 മുഖല്ലേ? 5 മുഖറിയോ കല്ലാടി? തൽപുരുഷൻ, അഘോരം, സത്യോജാതം, ഈശാനം, വാമദേവം. അതിൽ അഘോര മുഖമാണ് എന്റെ മഹാദേവൻ. ദേവന്മാർക്ക് ദേവനാണ്, ശൈവർക്ക് ശൈവനാണ്. ദേവാരി രിപു വിഷ്ണു വൈഷ്ണവരിലും. അതുകൊണ്ടാണ് ശക്തിയിൽ ശക്തിയായിരിക്കുന്നത് അവിടെ കർമ്മം ശക്തി പൂജ മഹാഭൈരവ കപാലം വെച്ചിട്ടല്ലേ.